ഷിപ്പ് ഇന്ത്യ എഞ്ചിനീയേഴ്സ് എന്ന സ്ഥാപനം തുടങ്ങിയിട്ട് 32 വർഷമായി. 1988 രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമാണ് ഷിപ്പ് ഇന്ത്യ എഞ്ചിനീയേഴ്സ്. ഇതിന് ബേസിക്കലി ഷിപ്പ് ഇന്ത്യ എഞ്ചിനീയേഴ്സ് എന്ന പേര് നാമകരണം ചെയ്യാനായിട്ടുള്ള കാരണം, ഞാൻ ബേസിക്കലി ഒരു മറീൻ എഞ്ചിനീയറാണ്. ഞാൻ ഷിപ്പിലായിരുന്നു അനേക വർഷം. ഷിപ്പിനോട് കണക്റ്റായിട്ടുള്ള പല പ്രൊജക്റ്റുകളും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഈ സ്ഥാപനത്തിന് ഈ നാമകരണം ചെയ്തത്. ഈ 32 വർഷവും ഷിപ്പിനോടും മറൈൻ ഫീൽഡിനോടും കണക്റ്റഡായിട്ടുള്ള പല പ്രൊജക്റ്റുകളുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിപ്പിൻ്റെ എഞ്ചിനീയേഴ്സ് മുമ്പേ മുതൽ തന്നെ ഇന്നോവേറ്റീവ് ഐഡിയാസിന്, പുതിയ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മളുടെ ഇതുവരെയുള്ള പ്രൊജക്റ്റുകളുടെ ഒരു ക്ലിപ്പിങ്സ് നിങ്ങൾ ഇപ്പോൾ കാണുന്നതായിരിക്കും. ലോകത്തിലെങ്ങും തന്നെ ആരും ചെയ്യാത്ത പ്രൊജക്റ്റുകൾ അടക്കം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെയുള്ള പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സ്ഥാപനത്തിന്, പ്രത്യേകിച്ച് ചെയർമാനായ എനിക്ക്, നാഷണൽ അവാർഡ്, ഇൻ്റർനാഷണൽ അവാർഡ് മുതലായിട്ടുള്ള പല അവാർഡുകളും, ഈവൻ മഹാത്മാഗാന്ധി അവാർഡ് വരെ എനിക്ക് ലഭ്യമായിട്ടുണ്ട്. സ്റ്റീൽ കൺസ്ട്രക്ഷനിലുള്ള എൻ്റെ താല്പര്യം, ഒന്നാമത്തെ ഈ ഷിപ്പുകളെല്ലാം സ്റ്റീൽ കൊണ്ടാണല്ലോ. അപ്പോൾ സ്റ്റീൽ കൺസ്ട്രക്ഷനിൽ ഇത് റിപ്പയർ ചെയ്യുമ്പോഴും പണിയുമ്പോഴും പുതിയത് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും, ബാർജസ്, ടഗ്സ് മുതലായവ ഞാൻ പുതിയത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, അതെല്ലാം സ്റ്റീലിലാണ്. അപ്പോൾ സ്റ്റീലിനോട് എനിക്കൊരു പ്രത്യേക മമതയുണ്ട്. അങ്ങനെ വന്ന് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലും എന്തുകൊണ്ട് നമുക്ക് ഈ കോൺക്രീറ്റിന് പകരമായിട്ട് സ്റ്റീൽ കൺസ്ട്രക്ഷൻസ് നടത്തിക്കൂടാ? അങ്ങനെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഓൾറെഡി വേൾഡ് വൈഡ് പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും സക്സസ്ഫുള്ളായിട്ട് സ്റ്റീൽ കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ചെല്ലാം ഞാനൊരു പഠനം നടത്തി. സ്റ്റീൽ കൺസ്ട്രക്ഷൻസ്, ഈ കോൺക്രീറ്റ് കൺസ്ട്രക്ഷന് പകരം അത് കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റീൽ കൺസ്ട്രക്ഷൻ ആക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലോട്ട് ഞാൻ തുടർന്നു. അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം പൊതുവെ 99.9% കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻസാണ്. ഈ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ എന്നുള്ളത് തുടങ്ങി വെച്ചതിന് ശേഷം ജനങ്ങൾക്ക് പൊതുവെ ഉള്ള ഒരു വിശ്വാസമാണ്, എന്തെങ്കിലും ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഫോളോ ചെയ്യുക. അതിനൊരു മാറ്റം കുറിച്ച് കഴിഞ്ഞാൽ അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട്, അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല. അധികം അങ്ങനെ എന്തൊക്കെ പ്രയോജനമുണ്ടെങ്കിലും പിന്നെയും നോക്കട്ടെ, ആലോചിക്കട്ടെ, ഈ ഒരു കൺസെപ്റ്റാണ് ജനങ്ങളുടെ മനസ്സിൽ സാധാരണ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സ്റ്റീൽ കൺസ്ട്രക്ഷൻസിന് പല വിധത്തിലുള്ള പ്രയോജനങ്ങളുണ്ട്. പണം ചിലവാക്കുന്നതിൽ, സമയം ചിലവാക്കുന്നതിൽ, ലേബേഴ്സിൻ്റെ എക്സ്പെൻസ്, ഇത് കഴിഞ്ഞിട്ട് ഡിമോളിഷൻ സമയത്തുള്ള ഒരു ലാഭം, ഇതെല്ലാം കോൺക്രീറ്റിനെ സംബന്ധിച്ച് ഇല്ലാത്തതൊക്കെ ഇതിനുണ്ട്. ഭവന നിർമ്മാണത്തിനും ഇത് വളരെ ലാഭകരവും സമയക്കുറവും വളരെ പ്രയോജനകരവുമാണ്, പോസിബിളാണ്. ഭവനങ്ങൾ സ്റ്റീൽ കൺസ്ട്രക്ഷനിൽ സ്റ്റീൽ ഭവനങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ പ്രായോഗികമാണ്. ഭവനം മാത്രമല്ല, മൾട്ടി സ്റ്റോറി ബിൽഡിങ്സുകൾ, മാളുകൾ, ഹാളുകൾ, അതുപോലെയുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പല തരത്തിലുള്ള കൺസ്ട്രക്ഷൻസിനും, ഏത് വിധത്തിലുള്ള കൺസ്ട്രക്ഷൻസിനും ഈ സ്റ്റീൽ കൺസ്ട്രക്ഷൻ പ്രയോജനകരമാണ്, പ്രാവർത്തികമാണ്. അപ്പോൾ സ്റ്റീൽ കൊണ്ട് പണിയുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രയോജനങ്ങളെല്ലാം നമുക്ക് ഭാവിയിലും യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 99.9% തന്നെ പറയാം
കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണ്. അത് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളിൽ ജനങ്ങൾക്കൊരു വിശ്വാസം ഇപ്പോൾ വന്നതുകൊണ്ടാണ്. കാലത്തിനനുസരിച്ച് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അധികം ആളുകൾ ചിന്തിച്ചിട്ടില്ല. കാരണം കോൺക്രീറ്റ് വന്നിട്ട് തന്നെ അധികം വർഷങ്ങളായിട്ടില്ല. ആദ്യം നമ്മൾക്കെല്ലാം അറിയാം, നമ്മളുടെ വീടുകളെല്ലാം പണിതുകൊണ്ടിരുന്നത് ചാണകം മെഴുകിയും ചെളി കൊണ്ടും കല്ലുകൊണ്ടും ചുണ്ണാമ്പ് കൊണ്ടും ഒക്കെയായിരുന്നു. ഇവൻ ഡാം വരെ ഉണ്ടാക്കിയിരിക്കുന്നത് ചുണ്ണാമ്പ് കൊണ്ടാണ്. പിന്നെ കോൺക്രീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ കോൺക്രീറ്റ് വളരെ സ്ട്രോങ് ആണ്, വളരെ കംഫർട്ടബിളാണ്. ഈ വിധത്തിലുള്ളൊരു ചിന്താഗതി ജനങ്ങളിലോട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു 2 ജനറേഷൻ മുഴുവനും കോൺക്രീറ്റ് ബിൽഡിങ്ങിനെ പറ്റി അറിയാവുള്ളൂ. അതുകൊണ്ട് കോൺക്രീറ്റ് ബിൽഡിംഗ്, കോൺക്രീറ്റ് ബിൽഡിംഗ്, കോൺക്രീറ്റ് ബിൽഡിംഗ്. എന്നാൽ ഒരു പുതിയ ആശയം വരുമ്പോൾ, ഒരു പുതിയ ആശയം നല്ലതാണോ ചീത്തയാണോ, ഏതാണ് നല്ലത് എന്ന് തരംതിരിച്ച് മനസ്സിലാക്കി അതിൽ നല്ലതായിട്ടുള്ള ആശയം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ പ്രയാസമാണ് പൊതുജനങ്ങളുടെ മുന്നിൽ. അപ്പോൾ അതിനാൽ ഞങ്ങളിപ്പോൾ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതിയതായിട്ടുള്ള ഈ കോൺസെപ്റ്റ് സ്റ്റീൽ കൺസ്ട്രക്ഷൻസ് പ്രാവർത്തികമാക്കാനും ജനങ്ങളെ അത് വിശ്വസിപ്പിക്കാനും ഫലിപ്പിക്കാനും വളരെ പ്രയാസമുണ്ടാവും, അറിയാം. എങ്കിലും അത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം നാളത്തെ ലോകം സ്റ്റീൽ കൺസ്ട്രക്ഷൻ ആയിരിക്കും. അപ്പോൾ അതിനിപ്പോഴേ നമ്മൾ അതിന് തുടക്കമിട്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിലും നമ്മളുടെ ഈ പ്രദേശങ്ങളിലുമാണ് ഇത് വളരെ ചുരുക്കം കുറച്ചുള്ളത്. വളരെയധികം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതും മറ്റു രാജ്യങ്ങളിലുള്ളതിൻ്റെയും വളരെയധികം റെക്കോർഡുകളുണ്ട്. ഇനി ഇതിന് വേണ്ട ആൾബലം, ഇതിന് വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിംഗ് ലേബേഴ്സ്, ഈ ലേബർ ഫോഴ്സിനെ സംബന്ധിച്ചും ഇത് വളരെയധികം ലാഭകരമാണ്. അതായത് നമ്മളുടെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ, ഒരു ബിൽഡിംഗ് ഒരു 10 നിലയുള്ള ഒരു ബിൽഡിങ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് 50 പേര് എല്ലാ ദിവസവും വേണ്ടിവരും എന്ന് വിചാരിക്കാം. അതിൻ്റെ മിനിമം 15 to 20% കുറവ് മതി ഈ സ്റ്റീൽ കൺസ്ട്രക്ഷന്. അതായത് ഒരു 30 പേരുണ്ടെങ്കിൽ അതേ സൈസിലുള്ള ഒരു ബിൽഡിങ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ലേബർ അത്രയും മതി എന്ന് വെച്ചതുകൊണ്ട് അതിന് ടൈം കൂടുതൽ വരുന്നില്ല. അത്രയും കുറവ് ജനങ്ങളെ വെച്ച്, അത്രയും കുറവ് ലേബറിനെ വെച്ച് 30% കുറവ് ടൈം കൊണ്ടും നമുക്ക് ഈ കൺസ്ട്രക്ഷൻ തീർത്തെടുക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ വലിയൊരു വേറൊരു അഡ്വാൻറ്റേജ്. ഇനി കാലങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ലേബേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കും. അതും കൂടി മുന്നിൽ കണ്ടിട്ടാണ് ഇപ്പോഴേ ഇത് തുടങ്ങണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമായി വന്നത്. ഇപ്പോൾ ഇനി ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കിയാലും ഈ സ്റ്റീൽ കൺസ്ട്രക്ഷൻസ് നമ്മൾക്ക് തുടർന്നുകൊണ്ട് പോകുവാൻ അതിനും യാതൊരു തടസ്സവുമില്ല. സ്ലഷി ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും ഹാർഡ് സർഫേസ് ആണെങ്കിലും എവിടെയും നമുക്ക് ഈ കൺസ്ട്രക്ഷൻസ് തുടർന്നുകൊണ്ട് പോകുവാൻ സാധിക്കും. ഒരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റായിട്ടുള്ള പ്രതലം ആണെന്ന് വിചാരിച്ചോ, അവിടെയും നമുക്ക് ഇത് കൺസ്ട്രക്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ കൺസ്ട്രക്ഷന് ബേസിക്കലി ഉള്ള ഒരു ഗ്രൗണ്ടിന് താഴെ നമ്മൾ കോൺക്രീറ്റ് ആയിരിക്കും. ഈ സ്റ്റീൽ നമ്മൾ ഗ്രൗണ്ടിന് താഴോട്ട് വിടുകയില്ല. സ്റ്റീൽ താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും തുരുമ്പെടുക്കാനും മറ്റും സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ഗ്രൗണ്ടിന് ഒരു സെർട്ടൻ ലെവല് എബവ് വെച്ച് കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം നിർത്തിയിട്ട് അവിടെ നിന്ന് മുകളിലോട്ടാണ് നമ്മൾ ഈ സ്റ്റീൽ സ്ട്രക്ചർ പണിയുന്നത്. അപ്പോൾ സ്ട്രക്ചറിൻ്റെ വെയിറ്റ് അനുസരിച്ചും ഹൈറ്റ് അനുസരിച്ചും ഭൂമിയിലേക്ക് അത്രയും നമ്മൾ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെയാണേലും, ഏത് പ്രതലത്തിലാണേലും, വീടാണേലും മാളാണേലും ബിൽഡിംഗ് ആണേലും
നമുക്ക് ഏത് പ്രതലത്തിലും ഈ ഒരു കൺസ്ട്രക്ഷൻ നടത്താവുന്നതാണ്. സ്റ്റീൽ കൺസ്ട്രക്ഷൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഈ ഒരു കൺസ്ട്രക്ഷണൽ ഫീൽഡും വളരെ സക്സസ്ഫുള്ളായിട്ട് നടത്താം എന്നുള്ള ഒരു ധൈര്യം എനിക്കുണ്ട്, നമ്മളുടെ കമ്പനിക്കുണ്ട്. ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഞാൻ ടോമി ഒരു മറൈൻ എഞ്ചിനീയറിങ്ങിൽ ഒരു PhD എടുത്തിട്ടുള്ള വ്യക്തിയാണ്. അതായത് പൊട്ടൻഷ്യൽസ് ബിനീത്ത് സീ, കടലിനടിയിലുള്ള സമ്പത്തുകളും അതുകൊണ്ടുള്ള പ്രയോജനങ്ങളും എന്നുള്ള വിഷയത്തിൽ എനിക്ക് PhD ഉണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള അലൻ തോമസ്, അദ്ദേഹവും ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ, കൺസ്ട്രക്ഷണൽ ഫീൽഡിൽ വളരെയധികം എക്സ്പെർട്ടൈസ് ഉള്ള വ്യക്തിയാണ്. സ്റ്റീൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് കോൺക്രീറ്റ് കൺസ്ട്രക്ഷനുമായിട്ട് ഒത്തിരി വ്യത്യസ്തമാർന്ന എന്തോ ഒരു കോൺസെപ്റ്റാണ്. ഇത് പ്രകാരം എൻ്റെ ബിൽഡിങ്ങുകളിൽ ഒത്തിരി കാര്യങ്ങൾ ചേഞ്ച് ആകുന്നു, അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള നിലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടതെന്നതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കൊടുക്കാനായിട്ട് നമ്മുടെ സ്ഥാപനങ്ങൾക്കോ ഗവൺമെൻറ്റിനോ ഇൻഡസ്ട്രി അസോസിയേഷനുകൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ലോകം പുറകോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ടാറ്റ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ വളരെ വലിയ സ്ഥാപനങ്ങളെല്ലാം ഇന്ത്യൻ സ്റ്റീൽ, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളൊന്നായ ഇന്ത്യയിൽ കൺസ്ട്രക്ഷനുകളിൽ സ്റ്റീൽ ബിൽഡിങ്ങുകൾ ഇന്നും പിന്നോക്കം നിൽക്കുന്നു എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സെക്ടർ ഇന്നും ലാർജ്ലി അൺഓർഗനൈസ്ഡ് ആണ് എന്നുള്ളതാണ്. അതേസമയം ഈ സ്റ്റീൽ ലഭ്യത കുറഞ്ഞ രാജ്യങ്ങളിൽ, ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ന്യൂസിലൻഡിലും സ്വിറ്റ്സർലാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലും, എർത്ത് പ്രോൺ ആയിട്ടുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലും സ്റ്റീൽ കൺസ്ട്രക്ഷൻ നിയമം മൂലം ഒരു നിലയിൽ കൂടുതലുള്ള എല്ലാ ബിൽഡിങ്ങുകളും സ്റ്റീലിൽ പണിയണം എന്ന നിയമം മൂലം നിഷ്കർഷിച്ചപ്പോൾ അവിടുത്തുകാരെല്ലാം സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തു. ഇന്ന് അവിടുത്തെ കെട്ടിടങ്ങളും അവിടുത്തെ ആവാസ വ്യവസ്ഥയും അവിടുത്തെ മനുഷ്യരുടെ പുരോഗതിയും അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകൾ മുതൽ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും വീടുകളും വരെ ഈ നൂതന ആശയത്തെ വളരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ ഉണ്ടായത് ഒരു പുതിയ വ്യവസായവും ഒരു പുതിയ എഞ്ചിനീയറിങ്ങും ഒരു പുതിയ സംസ്കാരവും. അവിടുത്തെ എഞ്ചിനീയേഴ്സിനും സാധാരണക്കാരായുള്ള തൊഴിലാളികളും ഇന്ന് എക്സ്പീരിയൻസ്ഡും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു തൊഴിൽ സംരംഭങ്ങളും തുറന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലേക്ക് വരവേൽക്കേണ്ടതും ഈ സ്റ്റീൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പുതിയൊരു സംസ്കാരമാണ്. നമ്മുടെ കെട്ടിടങ്ങൾ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയെ എത്രമാത്രം കുറച്ച് വേദനിപ്പിക്കാം. അതേസമയം എർത്ത് പ്രോണായതും അതേപോലെ തന്നെ വളരെ ദുർബലമായ പ്രകൃതി മേഖലകളിലും എങ്ങനെ ഇത് പണിയാം എന്നുള്ളതിനെക്കുറിച്ചും നമ്മുടെ IIT-കളിലും നമ്മുടെ പ്രൊഫസേഴ്സും ഇന്ത്യക്ക് വെളിയിൽ പോയി ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ മറന്നുപോയി അത് നമ്മുടെ നാട്ടിലും ഉപയോഗിക്കാമെന്നുള്ളത്. അതിലേക്കാണ് നമ്മുടെ കമ്പനി ഇന്ന് ഉന്നം വയ്ക്കുന്നത്. ഇന്ന് വെളിയിലും മിഡിൽ ഈസ്റ്റിലും ഫാർ ഈസ്റ്റിലുമുള്ള ലൊക്കേഷനുകളിലും എല്ലാം നമ്മൾ പല പല പ്രൊജക്റ്റുകളും എക്സിക്യൂട്ട് ചെയ്തു. അത് കോസ്റ്റ് എഫക്റ്റീവാണ്, ടൈം എഫക്റ്റീവാണ്. സമയത്തിൻ്റെ വില കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ രീതിയിൽ അതൊരു സക്സസ് സ്റ്റോറിയാണ്. അത് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഇതിൽ ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളിതിലേക്ക് കയറാൻ ഒത്തിരി വൈകിപ്പോയി. പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ തലമുറയെ വെച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പാകുന്ന ഈ നമ്മുടെ എക്കോസിസ്റ്റത്തെ ഏറ്റവും നന്നായി കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റീൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സംസ്കാരം, അതിലേക്കാണ് ഞങ്ങളുടെ കമ്പനി ഉന്നമിക്കുന്നത്. വീടുകളുടെ നിർമ്മാണം, ഈ വീട് എന്നൊരു പദം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഇന്നും ഏതൊരു രാജ്യത്തും, ഈവൻ ഒരു പട്ടിണി പാവങ്ങളുടെ രാജ്യം മുതൽ അതിസമ്പന്നരുടെ രാജ്യം വരെ എടുത്തു കഴിഞ്ഞാലും അവിടങ്ങളിൽ ഷോർട്ടേജ് ആയിട്ടുള്ള ഒരു വസ്തുവാണുള്ളത്. ഒരു മനുഷ്യന് ഒരു വീട് എന്നുള്ളൊരു സങ്കല്പം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത. അങ്ങ് അമേരിക്കയിൽ പോലും ഇങ്ങനെ വളരെ പാവപ്പെട്ടങ്ങളുടെ രാജ്യങ്ങളിലും പിന്നെ സിറിയ പോലെ വളരെ കെടുതികൾ നേടുന്ന രാജ്യങ്ങളിലും ഷോർട്ടേജ് ആയിട്ടുള്ള ഒരേ ഒരു വസ്തുവാണുള്ളത്, വീട്. ആ വീട് എന്നുള്ളത് എന്നും ഷോർട്ടേജിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് എത്രയും കോസ്റ്റ് കുറച്ച്, എന്നാൽ ഒരു കുടുംബത്തിന് ഒരു 50 വർഷം 75 വർഷമോ അല്ലെങ്കിൽ 35 വർഷമോ സ്വന്തമായിട്ട് ഉപയോഗിക്കാനാകുന്നതും അവനൊരു അസറ്റ് എന്നുള്ളത്, ഒരാളുടെ ഏറ്റവും വലിയ സമ്പാദ്യം, ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായ വീട്, എനിക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കാനാകുന്ന ഏറ്റവും വലിയ സമ്പാദ്യം, അത് സ്റ്റീൽ സ്ട്രക്ചർ മൂലം സംഭവിക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരുന്നത് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ പഠിച്ചപ്പോൾ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിക്കുമ്പോൾ ആ കെട്ടിടം ഉണ്ടാകുന്ന ആ ടോട്ടൽ വെയ്റ്റ് ഓഫ് ദ ബിൽഡിംഗ് കൺസിഡറബിളി കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭവനങ്ങൾക്ക് ഇന്ന് ചിലവാക്കുന്ന അതിഭീമമായ ഒരു തുക ഫൗണ്ടേഷനുകളിലേക്കാണ് പോകുന്നത്.
അത് നമ്മുടെ എഞ്ചിനീയറിംഗ് വൈഭവം ഉപയോഗിച്ച് നമ്മൾ അത് ഒപ്റ്റിമൈസ് ചെയ്ത് സ്റ്റീലിന് ആനുപാതികമായ ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിലൂടെ ആ വീടുകൾ ഉണ്ടാക്കുന്ന അതിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് വേണ്ടുന്ന എക്സ്കവേഷൻ ഡെപ്ത് അതേപോലുള്ള കാര്യങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കുന്നു. നമുക്കതിൻ്റെ വേഗം കൂട്ടാൻ സാധിക്കുന്നു, ചെലവ് കുറയ്ക്കാൻ സാധിക്കുന്നു. പിന്നെ ഈ ഒപ്റ്റിമൈസ് എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് ഇത് പല എഞ്ചിനീയറിംഗ് പല സ്ഥാപനങ്ങളുടെ ഇടയിൽ നമ്മൾ സർട്ടിഫൈ ചെയ്ത് ഗ്യാരണ്ടി ചെയ്ത് വരുന്നതിലൂടെ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ബിൽഡിങ്ങിന് മറ്റു ബിൽഡിങ്ങുകളെക്കാളും കൂടുതൽ ക്വാളിറ്റി ഉണ്ട്. ഒന്ന്, നമ്മുടെ എഞ്ചിനീയേഴ്സ് ഈ സ്റ്റീൽ സ്ട്രക്ചർ കോമ്പണൻസുകൾക്ക് വളരെ വർഷങ്ങൾ നീണ്ട ഗ്യാരണ്ടി നൽകുന്നു. സാധാരണഗതിയിൽ ഒരു വീടിന് 1 വർഷമാണ് കോൺട്രാക്ട് നൽകുന്ന വാറണ്ടി. നമുക്കത് പല വർഷങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഇനി ഈ വീടുകൾക്ക് ഇന്ന് ഇത്രയോ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളൊരു പുതിയ വീട് പണിയാനായിട്ട് പോകുന്നു, ഈ സ്ക്രാപ്പ് വാല്യൂ ഓഫ് സ്റ്റീൽ അത് നിങ്ങൾക്കൊരു അസറ്റാണ്. 10-30 വർഷം കഴിയുമ്പോഴത്തേക്കും സ്റ്റീലിൻ്റെ പ്രൈസ് എന്തായിരിക്കും എന്ന് ഇപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം പെർസെൻറ്റേജ് വൈസ് വളരെ വലുതാണ്. അന്ന് അതൊരു അസറ്റായിരിക്കും. പൊളിച്ചു മാറ്റി അവിടെ പുതിയൊരു സംരംഭം തുടങ്ങുമ്പോഴത്തേക്കും ഒരു ചെറിയ മൂലധനം ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും. പിന്നെ സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിങ്ങുകൾ മൂലം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും സിവിൽ എഞ്ചിനീയറിങ്ങുകളുടെ ഒരു മനോഹരമായ ബ്ലെൻഡിങ് ആണ് അവിടെ നടക്കുന്നത്. സിവിൽ എഞ്ചിനീയറിങ് കോൺക്രീറ്റുകളും സ്റ്റീലും അതുപോലെ തന്നെ അൺഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ലാർജ്ലി അൺഎഡ്യൂക്കേറ്റഡ് സെക്ടറിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു ഇൻഡസ്ട്രി എന്നുള്ളതിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ കൂടി ഉള്ളിലേക്ക് കടന്നു വരുന്നു. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് നടക്കുന്നു, അവരുടെ സർട്ടിഫിക്കേഷൻ പ്രോസസ്സുകൾ നടക്കുന്നു. ടാറ്റ സ്റ്റീലും ബിർള സ്റ്റീലും സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ പോലെ ഉള്ള സ്ഥാപനങ്ങളുടെ വളരെ വലിയ കോൺട്രിബ്യൂഷൻ ഈ രംഗത്തേക്ക് കടന്നു വരുന്നു. വലിയൊരു ബയറാവുന്നതിലൂടെ നമുക്ക് പ്രൈസ് കുറയുന്നു. അപ്പം മൊത്തത്തിൽ ഒരു ഭവനം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ചിന്തിക്കുന്നവർക്ക് പല കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് ഇന്ന് ലേബറാണ് കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ഒരു വലിയ വിഭാഗം ആളുകൾ ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് വന്ന് വീടുകൾ കൺസ്ട്രക്ട് ചെയ്തു. അവർ ഒരു കെടുതി വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം തിരിച്ചുപോയി. ഇനി അവർ തിരിച്ചു വരണം. ഇതെല്ലാം ഒരു സാധാരണക്കാരന് താങ്ങാൻ സാധിക്കില്ല. അവൻ്റെ പ്ലാനിങ്ങിൽ നിൽക്കുന്ന ഒരു കാര്യങ്ങളല്ല. സ്റ്റീൽ സ്ട്രക്ചറിനോട് ഒരു ക്രെയിനും ഒരു സ്റ്റീൽ സ്ട്രക്ചർ മെമ്പേഴ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ 10-15 പേർക്ക് ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആവശ്യമാകുന്ന ഫിനിഷിംഗ് മെറ്റീരിയൽ, നിങ്ങൾക്കിഷ്ടമുള്ള കളറുകൾ, പെയിൻറ്റുകൾ, ഡോറുകൾ, വിൻഡോകൾ, AC-കൾ, ഇലക്ട്രിക്കൽ ഐറ്റംസ്, ഫിറ്റിങ്സുകൾ, ഇതിലൊന്നും ഒരു ചേഞ്ചും വരുത്തുന്നില്ല. പകരം കുറച്ചും കൂടെ മനോഹരമായി, കുറച്ചും കൂടെ ഉയരം കൂടിയ, കുറച്ചും കൂടെ വലിപ്പം കൂടിയത്, കുറച്ചും കൂടെ വലിപ്പം കുറഞ്ഞത്, നിങ്ങൾക്കിഷ്ടവും ആനുപാതികവുമായുള്ള ഒരു സുന്ദരഭവനം എന്ന സങ്കല്പത്തിലേക്ക് ഞങ്ങൾ വളരെ സ്പീഡിൽ അത് കോൺസെപ്റ്റ് ടു റിയാലിറ്റി ആക്കാൻ സാധിക്കുന്നു. ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്, ഇത് കെട്ടിടങ്ങൾ എന്തുമാകട്ടെ, നമ്മൾക്ക് അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഭവനം പൂർത്തീകരിക്കാനായിട്ട്, എൻ്റെ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, എൻ്റെ ഒരു ഓഡിറ്റോറിയം, എൻ്റെ ഒരു മാരേജ് ഹാള് ഇത് തീർക്കുവാനായിട്ട് ആസ് എ ക്ലയൻറ്റ് എനിക്ക് എത്ര രൂപ ചിലവാകുന്നു? കാരണം അതിൽ നിന്ന് വരുന്ന വരുമാനം അല്ലെങ്കിൽ അതൊരു അസറ്റായി മാറുന്നു, അല്ലെങ്കിൽ അതിന് ഞാൻ കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റിൻ്റെ ഭീമമായ തുക ഒരു കുടുംബത്തിലേക്ക് എങ്ങനെ അഫക്റ്റ് ചെയ്യും? ചോദ്യം ഇതാണ്, എത്ര രൂപ ഞാൻ ഇതുമൂലം ചിലവഴിക്കേണ്ടി വരും? എത്ര വലിയ സജ്ജീകരണങ്ങളും ഫെസിലിറ്റികളും ഉണ്ടെങ്കിലും ആ ചോദ്യങ്ങൾ എല്ലാം അവസാനിക്കുന്നത് എനിക്കിതുകൊണ്ട് ഫൈനാൻഷ്യലി എന്തെങ്കിലും ലാഭം ഉണ്ടാകുമായിരുന്നെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. ഒരു പ്രൊജക്റ്റ് തീരാൻ ഒരു ആവറേജ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ വരുന്ന ഒരു ഭവനം തീരുവാൻ എടുക്കുന്ന സമയം ഏകദേശം 1 മുതൽ 2 വർഷം വരെ. ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ 15 നില കെട്ടിടത്തിനോ 20 നില കെട്ടിടത്തിനോ എടുക്കുന്ന സമയം ഏകദേശം 1 മുതൽ 3 വർഷത്തിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾ ഈ സമയം നഷ്ടപ്പെടുത്തി കളയുന്നത്? ഈ സമയത്ത് നമ്മൾ ഒരു വർഷം 12 അല്ലെങ്കിൽ 15% വരെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ലേ? Financial benefit of using steel-based construction systems or any other value engineering construction systems. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് രീതിയിൽ നമ്മളൊന്ന് മാറ്റി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രേരിതമാകുന്നത് നമുക്കതിലൂടെ വരുന്ന സാമ്പത്തിക നേട്ടവും അതിലൂടെ വരുന്ന മറ്റു നേട്ടങ്ങളുമാണ്. അതിലേറ്റവും വലുത് സാമ്പത്തിക നേട്ടം തന്നെ. തീർച്ചയായിട്ടും നമ്മൾ പ്രീഫാബ്രിക്കേറ്റഡ് അല്ലെങ്കിൽ സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിങ്ങുകളിലേക്ക് ഊന്നൽ നൽകുന്നത് നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കുന്ന ഒരു സമയം. നിങ്ങളൊരു ബിൽഡിങ്ങിൻ്റെ അടിത്തറ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കും, നിങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ അടിത്തറയ്ക്ക് മേലിലേക്കുള്ള കോമ്പണൻസ് കൂടെ അതേസമയം നിങ്ങൾക്ക് വേണ്ടി ഒരു ഫാക്ടറിയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മറക്കരുത്. ഫൗണ്ടേഷൻ തീർന്നു വരുമ്പോൾ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ സ്റ്റീലിൻ്റെ കോളംസും ബീംസും റെഡിയാണ്. മാസങ്ങളുടെ കാത്തിരിപ്പില്ല, ഷട്ടറിങ് ഇല്ല, സ്റ്റീലില്ല, മണലിന് വേണ്ടിയുള്ള ഓട്ടങ്ങൾ നമുക്ക് കുറയ്ക്കാം. നമുക്ക് ആ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വേണ്ടുന്ന വെള്ളത്തിന് ആനുപാതികമായ ആവശ്യകതകൾ ഇതെല്ലാം നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പോൾ കെട്ടിടത്തിൻ്റെ 2 ഭാഗങ്ങൾ, ഫൗണ്ടേഷനും സ്ട്രക്ചറും ഒരേ സമയത്ത് തീർന്നു വരുന്നു. അത് പെട്ടെന്ന് തന്നെ നമ്മൾ സൈറ്റിലേക്ക് കൊണ്ടുവരുന്നു, നമ്മളത് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ ഒരു ഭവനം ഉണ്ടാവുകയും ശ്രദ്ധിക്കുകയാണ്. അപ്പം 10 മുതൽ 20% വരെ നമുക്ക് സ്ട്രക്ചറിൽ ഫിനിഷിംഗ് മെറ്റീരിയലുകളുടെ സ്പീഡ് കൂട്ടുന്നതിലൂടെ നമുക്കൊരു അപ് ടു 30% വരെ നമുക്കൊരു കോസ്റ്റ് സേവിങ് ചെയ്യാനായിട്ട് സാധിക്കും.
സമയം, ഞാനൊരു സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിങ്ങുകളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ ഞാൻ സമയം കൂടുതൽ ചിലവാക്കണോ, കുറച്ച് ചിലവാക്കണോ, അതോ ഇതിൽ വലിയ വ്യത്യാസമില്ലേ? സമയവും അതിൻ്റെ കോസ്റ്റും തമ്മിൽ ഇൻ്റർലിങ്ക്ഡ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഞാൻ എത്രമാത്രം എൻ്റെ സമയം സേവ് ചെയ്യുന്നു, ഞാൻ അത്രമാത്രം എൻ്റെ കോസ്റ്റാണ് സേവ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നതിലൂടെ എൻ്റെ ഉപഭോക്താവിൻ്റെ ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റാണ് കുറയ്ക്കുന്നത്. അതിലൂടെ അവർക്ക് വരുന്ന ഇൻട്രസ്റ്റിൻ്റെ ചിലവുകൾ, അവർക്ക് എത്രയും പെട്ടെന്ന് ആ ബിൽഡിങ്ങിലേക്ക് കയറി താമസിക്കാനാകും, അത് ഉപയോഗിക്കാനാകും. അപ്പോൾ അപ് ടു 30% ഓഫ് എ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ. ഇപ്പോൾ ഒരു സാധാരണ കുടുംബത്തിനാണെന്നുണ്ടെങ്കിൽ ഒരു ഭവനം പണിയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 6 മുതൽ 8 മാസത്തിനുള്ളിൽ അത് ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേസമയം ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ് ഒരു 3 വർഷം എടുക്കുന്ന ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റും. ഇത് വേറൊന്നുമല്ല, കാരണം നിങ്ങൾ അടിത്തറ കെട്ടുന്ന ആ ഭവനത്തിൻ്റെ സ്റ്റീൽ സ്ട്രക്ചറും കോളവും ബീംസും ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രമുഖമായ കമ്പനികളുടെ ഫാക്ടറികളിൽ അത് നിർമ്മാണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അവിടെ ടെസ്റ്റിംഗ് കംപ്ലീറ്റുകൾ ചെയ്യുന്നു. അതവിടെ നമ്മൾ പോയി ഇൻസ്പെക്ട് ചെയ്യുന്നു. ഫൗണ്ടേഷൻ കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ കോമ്പണൻറ്റ് സൈറ്റിലേക്ക് വരുന്നു, ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ക്രെയിനിൻ്റെ സഹായത്തോടെ ഇത് മൊത്തം നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോഴത്തേക്കും ആയിരക്കണക്കിനും 100 കണക്കിനുമുള്ള മനുഷ്യരുടെ ഔട്ട്പുട്ടാണ് ആ മെഷീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു ചെറിയ ഭവനത്തിലും ചെയ്യാൻ സാധിക്കും, ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പുതിയ സംരംഭത്തിൻ്റെ പുതിയ പ്രൊജക്റ്റുകൾ വരുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് ഞങ്ങളുടെ ഈ എക്സ്പീരിയൻസും ഞങ്ങളുടെ വെളിയിൽ നിന്ന് ഉള്ള പുതിയ പഠനങ്ങളും ഒത്തിരിയും രാജ്യങ്ങളിലെ പ്രമുഖരായ ആൾക്കാരുമായിട്ടുള്ള എക്സ്പീരിയൻസും വഴി നമ്മളിത് ഗോഡ്സ് ഓൺ കൺട്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ തുടക്കം കൊച്ചിയിൽ തന്നെ. കൊച്ചിയിലെ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് റിവർ സൈഡ് പ്രോപ്പർട്ടി, അത് വളരെ ദുർബലമായ ഇന്നത്തെ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷന് അടുത്ത് തന്നെ വരുന്ന ഒരു പ്ലോട്ടാണ്. അവിടെ ഈ സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിങ്ങുകൾ വഴി നമ്മൾ വളരെ മനോഹരമായ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിനാകട്ടെ ഇതിന് തുടക്കം. അത് നമ്മൾ റിവർ സൈഡിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ സൈഡിൽ നിന്നും എലവേഷനോട് കൂടി കണ്ടു കഴിഞ്ഞാൽ മറ്റേത് ബിൽഡിങ്ങുകളെയും പോലെ തന്നെ ഇരിക്കുന്നതും, എന്നാൽ അതിന് പകുതി സമയത്തോടെ നമ്മൾ കൺസ്ട്രക്ഷൻ പൂർത്തീകരിക്കാനുള്ള ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നെസസറി പേപ്പർ വർക്ക്സ് ഓൺഗോയിങ് ആണ്. കൂടുതൽ വിവരങ്ങൾ മീഡിയയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. കെൻ ടിവിയുടെ ഡ്രീം ഹോംസ് എന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു ഭവന നിർമ്മാണത്തിൽ സ്റ്റീൽ കൺസ്ട്രക്ഷൻ്റെ പങ്കെന്താ എന്നുള്ളതിനെ പറ്റി ഒരു ചെറുതായ രീതിയിലെങ്കിലും എൻ്റെ അറിവ് നിങ്ങളിലേക്ക് പകർന്നു തരാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതിനുള്ള ക്വാളിഫിക്കേഷനും അതിനുള്ള എക്സ്പീരിയൻസും അതിനുള്ള നോളജും എല്ലാം വളരെയധികം ഉള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ കൂടെ, ഇതിൻ്റെ കൂടെ ഒരു ഡയറക്ടറായിട്ട് ഉള്ള അലൻ തോമസും. അതുകൊണ്ട് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്ത് ഡെലിവറി ചെയ്യുന്ന ബിൽഡിങ്ങുകൾ അത്യാധുനികവും വളരെ കറക്റ്റായിരിക്കുമെന്നും ഞങ്ങൾക്ക് വളരെയധികം ബോധ്യമുണ്ട്. ആ വിധത്തിലുള്ള കെട്ടിടങ്ങൾ പണിയുവാനും ഡെലിവറി ചെയ്യുവാനും ഞങ്ങൾക്ക് തീർച്ചയുണ്ട്. ആ തീർച്ചയോടുകൂടിയാണ് ഈ ഫീൽഡിലേക്ക് കാലുകുത്തിയിരിക്കുന്നത്. മുൻകാല എക്സ്പീരിയൻസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബേസിക്കലി ഐ എം എ മറൈൻ എഞ്ചിനീയർ. മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ 12 വർഷം ഷിപ്പിലുണ്ടായിരുന്നു. ഷിപ്പിൽ ഞാൻ ചീഫ് എഞ്ചിനീയറായിട്ട് 3 വർഷം സെർവ് ചെയ്ത് പുറത്തു വന്നു, റിസൈൻ ചെയ്തു പുറത്തു വന്നു. ഇവിടെ ഈ സ്ഥാപനം ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഷിപ്പ് ഇന്ത്യ എഞ്ചിനീയേഴ്സും ഇൻഡോജാബ് ഷിപ്പ് യാർഡും. ഈ സ്ഥാപനങ്ങളുടെ കീഴിൽ വളരെയധികം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രൊജക്ട്സുകൾ, അതായത് ലോകത്തിലെങ്ങും ആരും ചെയ്യാത്ത വിധത്തിലുള്ള റിനൈസൻസ് പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നാഷണൽ അവാർഡ്, ഇൻ്റർനാഷണൽ അവാർഡ്, മഹാത്മാഗാന്ധി അവാർഡ്, അങ്ങനെ പല അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രാക്ടിക്കലായിട്ട് ഇതുപോലെയുള്ള ഫീൽഡുകളിൽ പല ബിസിനസ്സുകളും ചെയ്തിട്ട് പല വർക്കുകളും പ്രൊജക്റ്റുകളും ചെയ്ത് വളരെ സക്സസ്ഫുള്ളായിട്ട്, ദൈവാനുഗ്രഹത്താൽ എല്ലാ പ്രൊജക്റ്റുകളും തന്നെ വളരെ സക്സസ്ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെയുള്ള പ്രൊജക്റ്റുകളാണ് കൊണ്ട് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പുതിയതായിട്ടുള്ള ഈ ഇന്നോവേറ്റീവ് ഐഡിയ, സ്റ്റീൽ കൺസ്ട്രക്ഷൻ ഫ്രം കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ, ഇതുപോലെ തന്നെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആയിട്ടാണ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് പല സ്ഥലങ്ങളിലും പുറം രാജ്യങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ അത് അധികം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അപ്പോൾ അത് പ്രാബല്യത്തിൽ വരുത്താനാണ് ശ്രമിക്കുന്നത്.
അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസും എൻ്റെ എക്സ്പീരിയൻസുകളും അതിന് പുറമെ ഈ പർട്ടിക്കുലർ ഫീൽഡിൽ തന്നെ 15 വർഷം എക്സ്പീരിയൻസും ഉള്ള മിഡിൽ ഈസ്റ്റ് കൺട്രികളിൽ 30 ബിൽഡിങ്ങുകൾ, സ്റ്റീൽ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതും ഡെലിവറി ചെയ്തിട്ടുള്ളതും, ഈവൻ സുൽത്താൻ്റെ പാലസ് വരെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള, പാലസ് എന്ന് പറഞ്ഞാൽ മെയിൻ പാലസ് അല്ല, അല്ലാതെ ഒരു പാലസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇപ്പോൾ പൂർത്തീകരിച്ചതേ ഉള്ളൂ. അപ്പോൾ ആ വിധത്തിലുള്ള എക്സ്പീരിയൻസും നമ്മളുടെ കമ്പനിക്ക് ഉണ്ടാവുന്നതാണ്. നമ്മളുടെ കമ്പനിയുടെ ഒരു ഡയറക്ടറായിട്ട് അദ്ദേഹവും ഉണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി ഈ സ്ഥാപനം വളരെ സക്സസ്ഫുള്ളായിട്ടും ഭംഗിയായിട്ടും കൊണ്ടു നടക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾക്കത് ചെയ്ത് തീർക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ നമ്മൾ പുതിയതായിട്ട് പല പ്രൊജക്റ്റുകളും ചെയ്യാനായിട്ട് വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യമായി പേട്ടയിലുള്ള ഒരു റോഡ് ഫേസിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഏകദേശം 27 സെൻറ്റിൽ നിന്നും 10 സെൻറ്റ് മാറ്റി ബാക്കി 17 സെൻറ്റിൽ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അതിനുള്ള ഒരുക്കത്തിലാണ്. അതിനു പുറമെ വേറെ കാക്കനാട്, പെരുമ്പാവൂർ, ബോൾഗാട്ടി ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല സൈറ്റുകളും ഞങ്ങൾ ഉന്നം വെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഈ പ്രൊജക്റ്റുകൾ തുടങ്ങാനും പ്രാവർത്തികമായിട്ട് ചെയ്യുവാനുമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് പേട്ടയിലുള്ള ആ ഒരു ബിൽഡിംഗാണ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഉന്നം വയ്ക്കുന്നത്, മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റീൽ കൺസ്ട്രക്ഷൻ്റെ ഒരു നൂതന ആശയം ഇവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചു. ഇത് വളരെയധികം പ്രയോജനകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒരു 4000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് പണിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഷിപ്പ് ഇന്ത്യ എൻജിനീയേഴ്സിൻ്റെ ഈ പുതിയ ആശയത്തിലേക്ക് കേട്ടിട്ട് എനിക്ക് അങ്ങനൊരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹമുണ്ടായത്. അങ്ങനെ ഷിപ്പ് ഇന്ത്യ എൻജിനീയേഴ്സിൻ്റെ ഓണേഴ്സും കൺസൾട്ടൻസുമായിട്ട് എൻജിനീയേഴ്സുമായിട്ട് സംസാരിക്കുകയും അവരെ എനിക്കൊരു 4000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ഒരു പ്രപ്പോസൽ തരികയുമുണ്ടായി. അത് ഞാൻ ഡിസ്കസ് ചെയ്യുകയും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ അകത്ത് ഒത്തിരി ഗുണപ്രദമായ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുകയും അത് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദകരമായിരിക്കും എന്നും തോന്നലുകൊണ്ട് ഞാൻ ആ പ്രപ്പോസൽ ഇവരിൽ നിന്ന് അംഗീകരിക്കുകയും ഇനിയും അത് മുന്നോട്ട് പോകാനുള്ള താല്പര്യത്തോടു കൂടിയാണ് ഞാനിവിടെ ഈ പരിപാടിക്ക് ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു. ഞാൻ മർച്ചൻ്റ് ഷിപ്പ് ക്യാപ്റ്റനാണ് ബൈ പ്രൊഫഷൻ. എൻ്റെ പേര് ക്യാപ്റ്റൻ ബിനു വർഗീസ്. ഞാൻ 2004 തൊട്ട് ഷിപ്പ് ക്യാപ്റ്റനാണ്. ഇപ്പോഴും ഇടയ്ക്ക് സെയിലിങ്ങിന് പോകുന്നുണ്ട് ഷിപ്പ് കമാൻഡിൽ. അതായത് അതുകൂടാതെ തന്നെ എനിക്കിവിടെ സ്വന്തമായിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ ബിസിനസ്സുണ്ട്, ലോജിസ്റ്റിക്സ് ബിസിനസ്സുണ്ട്. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.